ബേസിക്കലി ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ ബൈക്ക് വാങ്ങുന്ന ഒരു സമയത്ത് അതിൻ്റെ മെയിൻ്റനൻസ് കൂടെ അറിഞ്ഞിരിക്കണം. കാരണം അപ്പം ഈ ഒരു സെക്ഷനിൽ ബൈക്കിന് ടോൾ കൊടുക്കണം, അങ്ങനെയാണ് നിയമം. ഓപ്പൺ റോഡ്. വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ബൈക്കുമായിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ക്ലബ് ഹൗസിൽ കയറിയിട്ട് കുറേ കാര്യങ്ങളും ഡൗട്ടും കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് കിട്ടിയ ഡൗട്ട്സിൽ ഒരു വലിയൊരു സംഭവമാണ്, അതായത് ഒരു സൂപ്പർ ബൈക്ക് ഓൺ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു ബിഗ് ബൈക്ക് ഓൺ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന മെയിൻ്റനൻസ് കോസ്റ്റ്, അതായത് എന്തൊക്കെ നോക്കണം, എന്തൊക്കെ ചിലവുകൾ നോക്കണം എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്. ഇവിടെ അധികം നേരം നിന്ന് സംസാരിക്കുന്നത് അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. അപ്പം ഇതൊരു കോടീശ്വരൻ സൂപ്പർ ബൈക്കിൻ്റെ ദീനരോധനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ബേസിക്കലി ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ ബൈക്ക് വാങ്ങുന്ന ഒരു സമയത്ത് അതിൻ്റെ മെയിൻ്റനൻസ് കൂടെ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഈ മുറുക്കി പിടിച്ച് ബൈക്ക് വാങ്ങുന്നതല്ല എൻഡ് ഓഫ് ഇറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു ബൈക്ക് വാങ്ങിയതിന് ശേഷവും അതിൽ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. നമുക്ക് വണ്ടി ഓടിച്ച് സംസാരിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഒരു സൂപ്പർ ബൈക്ക് വാങ്ങുന്ന ഒരു സമയത്ത് നിങ്ങൾ ആ ബൈക്കിൻ്റെ ജസ്റ്റ് ഓൺ റോഡ് കോസ്റ്റ് മാത്രമേ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ ബൈക്ക് വാങ്ങരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബൈക്ക് വാങ്ങിയതിന് ശേഷം ഒരുപാട് ചിലവുകൾ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഡിസൈഡ് ചെയ്യുന്ന ആദ്യത്തെ കുറച്ച് ഫാക്ടേഴ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഏത് ബൈക്ക് ബ്രാൻഡ് എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് ഏത് ബൈക്ക് ബ്രാൻഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ബൈക്ക് ബ്രാൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ മെയിൻ്റനൻസ് കോസ്റ്റ്, അങ്ങനത്തെ പാർട്സ്, അങ്ങനത്തെ അവൈലബിലിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ജാപ്പനീസ് ബൈക്കുകളുണ്ട്, അതായത് കവാസാക്കി, ഹോണ്ട, സുസുക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിൾസായ ട്രയംഫ് ഉണ്ട്, ഇറ്റാലിയൻ മോട്ടോർ സൈക്കിൾസ് ആയിട്ടുള്ള ഡുക്കാട്ടി ഉണ്ട്, അപ്രീലിയ ഉണ്ട്, ബെൻലി ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി അമേരിക്കൻ മോട്ടോർ സൈക്കിൾസ് ആയുള്ള ഹാർലി ഡേവിഡ്സണും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുന്ന ഒരു സമയത്ത് ഏറ്റവും ചീപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബൈക്കുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് അത് ജാപ്പനീസ് ബൈക്കുകൾ തന്നെയാണ്. നിങ്ങൾ അതിന് ഓൺ റോഡ് കോസ്റ്റ് കണ്ടാലും മനസ്സിലാവും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓൺ റോഡ് വാങ്ങുന്ന ഒരു സമയത്ത് ഒരു ജാപ്പനീസ് കൗണ്ട് പാർട്ടിന് അത്രത്തോളം എക്സ്പെൻസീവ് ആയെന്ന് വരില്ല ഒരു ഇറ്റാലിയൻ ബൈക്കായിട്ട് ഒരു കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത്. അപ്പം ഫസ്റ്റ് സർട്ടൺലി നമ്മൾ നോക്കേണ്ടത് ഈ ഏത് രാജ്യത്തു നിന്ന് നമ്മൾ വണ്ടി വാങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം ഇതാദ്യം ചൂസ് ചെയ്യുക നിങ്ങളുടെ മെയിൻ്റനൻസിന്. ഇപ്പം മൊത്തത്തിലൊരു തുകയായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇയർലി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു 600cc തന്നെ നോക്കുകയാണെങ്കിൽ ഹോണ്ട പോലത്തെ ഒരു കമ്പനി ചാർജ് ചെയ്യുന്ന ഓൾമോസ്റ്റ് 7,000 റുപ്പീസാണ്. അതിപ്പം ലിറ്റർ ക്ലാസ് ആകുമ്പം അതിൻ്റെ ഒരു ബമ്പും കൂടെ വരും, ഒരു 10,000 to 15,000 വരും. ഇതിനേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും നമ്മുടെ യമഹ, അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് എക്സ്പെൻസീവ് ആയിരിക്കും കവാസാക്കി എന്ന് പറയുന്നത്. ബെൻലി കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബെൻലിക്ക് ഇപ്പോൾ 600 മാത്രമേ ആക്ച്വലി ഉള്ളൂ. ഇതിന് മേലേക്കുള്ള വണ്ടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഇന്ത്യയിൽ അവർ വേറെ വണ്ടികളൊന്നും ഇപ്പോൾ വെക്കുന്നില്ല. അവർക്ക് ആദ്യം ഒരു 899 എല്ലാം ഉണ്ടായിരുന്നു, ഒരു ഭീകര വണ്ടികളാണ് അതൊക്കെ. ഇനി ഇതിനേക്കാളൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഈ പറയുന്ന ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിൾസ് ആയ ട്രയംഫ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രയംഫിനൊക്കെ ഒരു സർവീസ് കോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നവർ നമ്മളൊരു 10,000 to 15,000 ആണ് നമ്മൾ കരുതേണ്ടത് ഒരു ഇയർലി എന്നൊക്കെ പറയുന്നത്. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പറയുന്ന അപ്രീലിയ അല്ലെങ്കിൽ ഡുക്കാട്ടി സർവീസ് വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ജർമ്മൻ കമ്പനിയെ നമുക്ക് മറക്കാൻ പറ്റില്ല, BMW. അപ്പോൾ BMWന് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ മേലെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു പ്രോഗ്രഷൻ സർവീസ് കോസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത് ഏത് ബ്രാൻഡിൻ്റെ ബൈക്ക് വാങ്ങണമെന്നാണ്. ഇപ്പോൾ ചിലരൊക്കെ ഉണ്ട് എനിക്ക് ഡുക്കാട്ടി മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ ഈ സർവീസ് കോസ്റ്റ് അങ്ങനത്തെ കാര്യം കൂടെ ഒന്ന് ആലോചിക്കണം. ഇതിൻ്റെ അതേ പോക്ക് തന്നെയാണ് നമ്മൾ പാർട്സിൻ്റെ അവൈലബിലിറ്റിയും കാണുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഷോറൂമുകാരൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഷോറൂമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സംഭവമല്ല. അപ്പം വണ്ടീൻ്റെ പാർട്സ് എവിടെയാണോ മാനുഫാക്ചർ ചെയ്യുന്നത് അവിടുന്ന് ഇപ്പം നമ്മൾ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് സോഴ്സ് ചെയ്യുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാപ്പനീസ് ബൈക്സാണ് നമുക്ക് ഏറ്റവും അടുത്ത് മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവരുടെ നിന്ന് പാർട്സ് സോഴ്സ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിയാണ്, ഞാൻ ഈ ഒരു പറഞ്ഞ ലൈനപ്പിൽ മേലേക്ക് പോവുകയാണെങ്കിൽ ട്രയംഫൊക്കെ കഴിഞ്ഞാൽ തന്നെ പാർട്സ് വരാൻ ഒരുപാട് സമയം എടുക്കും. ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടികൾ ചിലപ്പോൾ 2 മാസം 3 മാസമൊക്കെ ഷോറൂമിൽ കിടക്കുന്നത്. ഓഫ്കോഴ്സ് ആ വണ്ടികളിൽ ചെറിയ പാർട്സിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ക്രാഷൊക്കെ പറ്റിയതിന് ശേഷമാണെങ്കിൽ ഒരുപാട് പാർട്സിനൊക്കെ നമ്മൾ ഒരുപാട് കാലം ഷോറൂമിൽ വണ്ടി വയ്ക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതാണ് പാർട്സ് അവൈലബിലിറ്റി. ആ ഒരു സമയത്ത് നമുക്ക് ലിറ്ററലി ബൈക്ക് ഓടിക്കാൻ പറ്റിയെന്ന് തന്നെ വരില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് പാർട്സിൻ്റെ അവൈലബിലിറ്റിയാണ്. അപ്പോൾ പാർട്സിൻ്റെ അവൈലബിലിറ്റി മാത്രമല്ല, പാർട്സിൻ്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് എത്രത്തോളം ദൂരത്ത് നിന്ന് ഈ സംഭവം വരുന്നു അത്രത്തോളം കോസ്റ്റ്ലി ആകാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. സാധ്യത എന്നല്ല, അതുപോലെയാണ് കാണുന്നതും. ഇപ്പം നോക്കുകയാണെങ്കിൽ പാർട്സിൻ്റെ കാര്യത്തിൽ ജാപ്പനീസ് ബൈക്സാണ് കുറച്ചുകൂടെ ലെസ് എക്സ്പെൻസീവ്. ഞാൻ ഹോണ്ട ഉപയോഗിക്കുന്നതുകൊണ്ട് പറയല്ല, ഞാൻ ആക്ച്വലി ഒരു ഹോണ്ടയിൽ എത്തിപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സർവീസ് കോസ്റ്റും കൂടിയാണ്.
പിന്നെ എനിക്ക് ഹോണ്ടനെ അത്ര പൊക്കി പറയാനൊന്നും പറ്റില്ല. ഞാനിപ്പോൾ ഒരു പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് എൻ്റെ കോൾ പോലും എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷേ അതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടല്ല, അതായത് വണ്ടി ഓടാതിരിക്കാനുള്ള പാട്ടൊന്നുമല്ല. അങ്ങനത്തെ പാർട്ടുകളൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു സോഴ്സ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അഡീഷണൽ ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്നും സമയം എടുത്തിട്ടൊക്കെ തന്നെയാണ് അവരും തരാറ്. ഒരു നോർമൽ ഒരു കമ്മ്യൂട്ടർ ബൈക്ക് ഓടിക്കുന്ന പോലെ നിങ്ങൾ ഒരിക്കലും ഫീൽ ചെയ്താൽ നമ്മൾ വർക്ക്ഷോപ്പിൽ പോകുന്നു, സാധനങ്ങൾ മാറ്റുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നു, പിന്നെ ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നു, പിന്നെ അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു, പിന്നെയും കാത്തിരിക്കുന്നു, പിന്നെയും കാത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഷോറൂമിൽ വിളിച്ച് കുറേ നേരം അവരെ വെച്ച് കത്തി വയ്ക്കുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ശരിക്കും കത്തി വയ്ക്കുന്നു. അതിന് ശേഷമൊക്കെ ആയിരിക്കും കിട്ടുക. ഷോറൂമുകാർ ശരിക്കും പറയാൻ കുറ്റം പറയില്ല, കാരണം അവരുടെ ഒരു മാനസികാവസ്ഥ എനിക്കറിയാം. അവർക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. കാരണം ഓർഡർ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ മാനുഫാക്ചറിങ് പ്ലാന്റ് എന്ന് സംഭവം വന്നില്ല എന്ന് പറഞ്ഞാൽ ലിറ്ററലി ദേ കാണ്ട് ഡു എനിത്തിങ്. അതാണ് പാർട്സ് ചേഞ്ചിൻ്റെ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പാർട്സ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം എന്തൊക്കെയാണെന്ന്. ഒരു സൂപ്പർ ബൈക്കിൻ്റെ ടയറാണ് ഏറ്റവും വലിയൊരു കോസ്റ്റായിട്ട് ഇപ്പോൾ ആൾക്കാർ കാണാറ്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സൂപ്പർ ബൈക്ക് എടുക്കുകയാണെങ്കിലും, അതായത് സ്പോർട്സ് അല്ലെങ്കിൽ നേക്കഡ് സ്ട്രീറ്റ് വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടയർ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലിറ്റർ ക്ലാസ് ഒക്കെ ആണെങ്കിൽ 6,000 to 9,000 ഒക്കെ ആയിരിക്കും കിട്ടുക. നിങ്ങൾ 600 ഒക്കെ ആവുന്ന ഒരു സമയത്ത് നമ്മൾ ഇടുന്ന ടയർ പോലെ ഇരിക്കും. അപ്പോൾ എന്താ പറയുക, കൂടുതൽ സ്റ്റിക്കി ആയിട്ടുള്ള റബ്ബർ ഇടുന്ന ഒരു സമയത്ത് നമുക്ക് 6,000 to 8,000 ആ ലെവലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്നോട് ചോദിക്കുക, അപ്പോൾ എന്തിനാണ് ലിറ്റർ ക്ലാസ്സിന് ഒരു മീഡിയം ടയർ ഇട്ടുകൂടെ, മീഡിയം കോമ്പൗണ്ട് ഇട്ടുകൂടെ? ലിറ്റർ ക്ലാസ്സിനൊന്നും ഒരിക്കലും മീഡിയം കോമ്പൗണ്ട് ഇടരുത്. ഏറ്റവും നല്ല സോഫ്റ്റ് കോമ്പൗണ്ട് ടയേഴ്സ് തന്നെയാണ് അതിന് യൂസ് ചെയ്യേണ്ടത്. ഇതിനും അത് യൂസ് ചെയ്യാം. ആക്ച്വലി ഞാനിപ്പം ഇതിന് മിഷ്ലിൻ്റെ റോഡ് 5 യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഓക്കെ ബാലൻസ്ഡ് ടയറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതുപോലൊരു ടയറിനൊക്കെ ഒരു ലൈഫ് എന്ന് പറയുന്ന ഒരു 10,000 to 12,000 ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഇയറിൽ നമ്മൾ ഈ ടയർ മാറ്റേണ്ടി വരും. പിന്നെ ടയർ മാറ്റുന്ന ഒരു സമയത്ത് ഈ ഒരു ടയറിന് തന്നെ കോസ്റ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് 30,000 to 35,000 ആണ്. അതും ഇപ്പോൾ എന്തൊക്കെയോ ഇമ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ സീനുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടയർ വാങ്ങണമെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 30,000 മുതൽ ഒരു 50,000 അല്ലെങ്കിൽ 60,000 വരെയൊക്കെ ടയർ കോസ്റ്റ് പോകാറുണ്ട് ഒരു പെയറിന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു വർഷം നമ്മൾ ഒരു ഓൺ ആൻ ആവറേജ് ഒരു 8,000 കിലോമീറ്റർ ഓടിക്കാമെന്ന് വിചാരിക്കാം. ആ ഒരു സമയത്തുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ പാർട്സ് ചേഞ്ച് വരാവുന്ന ഒരു സംഭവമാണ് ബ്രേക്ക് പാഡ്. അപ്പം അതിപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ഇന്ന ബ്രേക്ക് പാഡിന് ഇന്ന വിലയായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ലൈനപ്പിൽ കോസ്റ്റ് പോലെ ഇരിക്കും ബ്രേക്ക് പാഡിൻ്റെ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ബ്രേക്ക് പാഡ് എത്ര പെട്ടെന്ന് ബേൺ ഔട്ട് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ വണ്ടി വാങ്ങിയിട്ട് 2 കൊല്ലമായി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഞാനിത് 2ാമത്തെ സെറ്റോ 3ാമത്തെ സെറ്റോ ആണ്. എനിക്ക് കറക്റ്റായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഞാൻ മാറ്റിയിട്ടുണ്ട്, പക്ഷേ റെയർ ബ്രേക്ക് പാഡ് ഞാൻ മാറ്റിയിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യൂസേജ് കുറവാണ്. കാരണം ഇത് അങ്ങനത്തെ ഒരു വണ്ടിയാണ്, അതുകൊണ്ടാണ്. സ്പോർട്സ് ബൈക്കിൽ നമ്മൾ കൂടുതലും ഫ്രണ്ട് ബ്രേക്കാണ് യൂസ് ചെയ്യുക, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ബൈക്കിനും ടോൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ. അപ്പം ഈ ഒരു സെക്ഷനിൽ ബൈക്കിനും ടോൾ കൊടുക്കണം, അങ്ങനെയാണ് നിയമം. ഓപ്പൺ റോഡ്. എപ്പോഴെങ്കിലൊക്കെ ഒരു ഓപ്പൺ റോഡ് കിട്ടാറുള്ളൂ. അപ്പോൾ അത് നമ്മൾ വിനിയോഗിക്കണ്ടേ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ടയേഴ്സും ബ്രേക്ക് പാഡ്സും ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നൊരു സംഭവം. ഇനി വേറെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ സ്പ്രോക്കറ്റ്. ഇപ്പോൾ ഇതുപോലെ ഓടിക്കുന്ന പോലെ ഓടിച്ച് കഴിഞ്ഞാൽ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ലൈഫ് കുറച്ച് കുറവായിരിക്കും. ഹോണ്ട ഇതിന് പറയുന്ന സ്പ്രോക്കറ്റ് ലൈഫ് എന്നൊക്കെ പറയുന്നത് 25,000 ഒക്കെയാണ്. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഹോണ്ടയാണ്. അപ്പോൾ പൊതുവേ ഒരു 15,000 ഒക്കെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ഒരു ഇയർലി അല്ലെങ്കിൽ ഒരു 1 in 2 years നമുക്ക് സ്പ്രോക്കറ്റ് ചേഞ്ചും വേണം. അപ്പോൾ ഇതിൻ്റെയും കോസ്റ്റ് ഉണ്ട്. ഇതിനും അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ഉള്ള ഒരു സംഭവമാണ് ഈ ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറയുന്നത്. എക്സാക്റ്റ് ആയിട്ട് ഇപ്പോൾ ഓരോന്നിൻ്റെയും വില എനിക്കറിയില്ല. ഇത് പോരാഞ്ഞ്, അതായത് നമ്മൾ വണ്ടി അനക്കുക പോലും വേണ്ട, വണ്ടി അനക്കാത്ത ഒരു കാലഘട്ടത്തിൽ പോലും നമ്മൾ വണ്ടീൻ്റെ മുകളിൽ എക്സ്പെൻസ് വരുന്നുണ്ട്. അതാണ് ഇൻഷുറൻസ്. വണ്ടീൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. വണ്ടി ഓടിക്കുന്നില്ല എന്ന് നോക്കേണ്ട ഒരു സംഭവമല്ല. അപ്പം അതിനിപ്പോൾ ഇതുപോലത്തെ ഒരു വണ്ടിക്ക് വരുന്നൊരു കോസ്റ്റ് എന്ന് പറയുന്നത് ഇയർലി 14,000 rupees. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനിയിപ്പോൾ ഒരു സൂപ്പർ ബൈക്ക് വാങ്ങി അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ നിങ്ങൾ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങൾ ഇതും കൂടെ ഒന്ന് കണക്ക് കൂട്ടണം. കാരണം ഓൺ റോഡ് പ്രൈസ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകരുത്. ഞാൻ പറഞ്ഞ പോലെ ഓടിക്കുകയാണെങ്കിൽ ടയേഴ്സിൻ്റെ ഒരു കോസ്റ്റ് വരും. അതും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ടയറുകൾ മാത്രം ഇടുക. ഏതെങ്കിലും ഒരു ചാത്തൻ ടയറൊക്കെ നോക്കിയിട്ട് ഇടാതിരിക്കുക. ഈ പറഞ്ഞ പോലെ ബ്രേക്ക് പാഡ്സ് ഒക്കെ ഓൺ ടൈം മാറ്റണം. കാരണം ഫാസ്റ്റ് ആയിട്ടുള്ള ബൈക്സാണ്.
ഇപ്പം ഞാൻ ഈ സ്പീഡൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടയറാണെന്ന് എനിക്കറിയാം, നല്ല ബ്രേക്ക് പാഡ്സ് ആണെന്ന് എനിക്കറിയാം, വണ്ടി കണ്ടീഷനാണെന്ന് എനിക്കറിയാം. ഇതെല്ലാം അറിയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കോൺഫിഡൻസ് ആണ് ആഡ് ചെയ്യുക നമ്മുടെ റൈഡിങ്ങിലേക്ക്. അപ്പം ഇതൊന്നും ഇല്ലാതെ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു സൂപ്പർ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓടിക്കുകയാണെങ്കിൽ ഇത്രയും കോസ്റ്റുകളുണ്ട്, ഓടിക്കുന്നില്ലേ പോലും ഈ ഒരു കോസ്റ്റും കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നോക്കുന്ന സമയത്ത് ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സൂപ്പർ ബൈക്കിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഇത് വാങ്ങിക്കഴിഞ്ഞാൽ വേറെയും കുറച്ച് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർലി പാർക്ക് ചെയ്ത് പോകാൻ എപ്പോഴും ഒരു പേടിയുണ്ടാവും എവിടെയായാലും. അപ്പോൾ അതിപ്പോൾ ഒരു വീട്ടിൻ്റെ മുറ്റത്താണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു അലാം സിസ്റ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ചിലവ് വരാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇതുപോലൊരു വലിയ വണ്ടി സിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയൊന്നും സിറ്റിയിലേക്ക് അത്രത്തോളം ഡിസൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയല്ല. നമ്മളിപ്പോൾ ഇന്ത്യയിലായതുകൊണ്ടാണ് ഇത്രയും സിറ്റി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലുള്ള റോഡുകളുള്ളൂ, അപ്പം നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സിറ്റിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹീറ്റിങ് ഡെഫിനറ്റായിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു സംഭവമാണ്. ഏതൊരു സൂപ്പർ ബൈക്ക് ആയാലും അത് ഹീറ്റ് ചെയ്തിരിക്കും, കാല് പൊള്ളുന്ന രീതിയിൽ തന്നെ ഹീറ്റ് ചെയ്തിരിക്കും. പിന്നെ എത്രത്തോളം പൊള്ളും, ഓംലേറ്റ് ഉണ്ടാക്കണോ ബോയിൽഡൊക്കെ ഉണ്ടാക്കണോ എന്നൊക്കെ ഉള്ളത് ബാക്കി വണ്ടീൻ്റെ മുകളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ വണ്ടിക്ക് ഓരോ കോൺഫിഗറേഷനാണ്. ഇപ്പോൾ ഇൻലൈൻ 4 ഉണ്ട്, V4 ഉണ്ട്, ട്വിൻസ് ഉണ്ട്. ഈ ഓരോ വണ്ടിക്ക് ഓരോ രീതിയിലുള്ള ഹീറ്റിംഗ് ആണ് ആക്ച്വലി. എത്രത്തോളം ഹീറ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ ഹീറ്റ് ചെയ്യും. അപ്പോൾ അതും കൂടെ മനസ്സിൽ വെക്കുക. വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അയ്യോ കാല് പൊള്ളുന്നു, അവിടെ പൊള്ളുന്നു, ഇവിടെ പൊള്ളുന്നു എന്ന് പറഞ്ഞ കാര്യമല്ല. സിമ്പിൾ സൊല്യൂഷൻ, ഒരു ബർണോൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങി വയ്ക്കുക, പൊള്ളിക്കഴിഞ്ഞാൽ തേക്കുക, ആരോടും പറയാതിരിക്കുക. ഇത് തന്നെയാണ് എല്ലാ സൂപ്പർ ബൈക്ക് ഓണേഴ്സും ചെയ്യുന്നത്. സംശയം ഉണ്ടെങ്കിൽ ആരുടെടുത്തെങ്കിലും ചോദിച്ചാൽ മതി. ഹീറ്റിംഗ് ഇല്ലാണ്ട് സൂപ്പർ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അതല്ലെങ്കിൽ പുറത്തെ രാജ്യങ്ങൾ ഏതെങ്കിലും ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം അത്രയാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ളൊരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു എൻട്രി ലെവൽ, അതായത് ഒരു ബിഗിനേഴ്സിന് വേണ്ട സൂപ്പർ ബൈക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ബൈക്കിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക എത്രയാണ് ചിലവാകുന്നത്. അങ്ങനെ ടാബുലേറ്റ് ചെയ്ത് വെക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കാം അവർക്കൊക്കെ എത്ര ചിലവാകുന്നത്. എന്നിട്ട് വേണം നിങ്ങളൊരു ബൈക്ക് ചൂസ് ചെയ്യാൻ. അല്ലാതെ വാങ്ങിക്കഴിഞ്ഞിട്ട് അയ്യോ ഇത് പണി കിട്ടിയല്ലോ എന്ന് മാത്രം പറയരുത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ ബൈ.